ഹലോ ഫ്രണ്ട്സ്, ഫാം സ്ക്വാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഏത് വണ്ടി? അപ്പൊ നമ്മളിന്ന് കോട്ടയത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ തെള്ളകത്ത് നെക്സയുടെ ഷോറൂമിൽ നിന്ന് നമ്മളിന്നൊരു പുതിയ വണ്ടി എടുക്കുന്നുണ്ട്. ഇപ്പൊ സമയം 6 മണിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ 5 മണിക്ക് അവിടെ എത്തുന്നാ പറഞ്ഞത്, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 5:45. ഇപ്പൊ 6 മണിയായപ്പോ ഞങ്ങള് പള്ളം വരെ ആയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടൊയോട്ട ഇന്നോവ ഉണ്ട്, പിന്നെ ഒരു കിയ കാരൻസ് ഉണ്ട്, ഒരു നിസാൻ മാഗ്നറ്റ് ഉണ്ട്, ഒരു മാരുതി ഓൾട്ടോയും ഉണ്ട്. നമ്മുടെ 5ാമത്തെ കാറാണ്. ഏതൊക്കെ വണ്ടി ഒന്ന് പറഞ്ഞു? ഏതൊക്കെയാ നീ പറഞ്ഞു? ഓൾട്ടോ കാറ്, പിന്നെ ബുള്ളറ്റില്ലേ നമ്മുടെ കാപ്പയുടെ കുടുകുട് വണ്ടിയുണ്ട്. കുക്കുട് വണ്ടി മാറിപ്പോയതാ, സോറി, ക്ഷമിക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ ഒരു കമന്റ് ഒക്കെ എല്ലാരും കണ്ടായിരുന്നു. അല്ല, കമന്റ് ഒക്കെ വായിച്ചായിരുന്നു എല്ലാരും. എന്നാ തോന്നുന്നു എല്ലാവർക്കും ഇത്ര വീഡിയോ? ഇപ്പൊ 10-12 വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ പേജില്. അപ്പൊ നിങ്ങൾക്കെല്ലാം എന്നാ തോന്നുന്നു? ആരിലൊക്കെ ചോദിച്ചോ? തുടങ്ങിയെന്നൊക്കെ ആയാലും ചോദിച്ചോ? നമ്മളങ്ങനെ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, നമ്മളാരും ഷെയർ ചെയ്യോ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ആൾക്കാരിലേക്കൊക്കെ ഇത് തന്നെത്താനെ എത്തട്ടെന്ന് വിചാരിച്ചോണ്ടാ നമ്മൾ എന്നും ഇരുന്നോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ നിങ്ങളോടൊക്കെ ആയാലും ചോദിച്ചോ? സജഷൻസും പറഞ്ഞു. എന്നൊക്കെയാ സജഷൻ പറഞ്ഞു? രസമാന്നൊക്കെ പറഞ്ഞു, ചിരിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയോട് ആയാലും ചോദിച്ചോ? ആണോ? കുറച്ചുപേര് ചോദിച്ചോ? പപ്പാടല്ലേ ചോദിച്ചോ? പല വീഡിയോയ്ക്ക് പപ്പായ്ക്ക് പ്രതികരണമൊന്നും ഇല്ലെന്ന് ആൾക്കാർക്ക് ഒരു സജഷനും ഉണ്ട് കേട്ടോ. പപ്പയുടെ ഒന്നും ആക്റ്റീവ് ആണ്. പപ്പ ആക്റ്റീവായ ഒരു ചലഞ്ച് വീഡിയോ വരുന്നുണ്ട്, അത് നിങ്ങൾ ഞെട്ടും. ഈ വീഡിയോ കാണുന്ന മനുഷ്യൻ തന്നെയാണോ അതെന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് ഉല്ലുങ്ങും. ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോ 3-4 പേര് ചോദിച്ചു, ചാനലൊക്കെ തുടങ്ങി. ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോ 3-4 പേര് ചോദിച്ചു, ചാനലോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാണല്ലോ. ശരി, ചെറിയൊരു ചാനൽ തുടങ്ങി, ഞങ്ങള് ഷെയർ ഒന്നും ചെയ്തില്ല, എങ്ങനെ കണ്ടെന്ന് ചോദിച്ചു. അവർക്ക് കറങ്ങി തിരിഞ്ഞ് വന്നു. വേറൊരു പയ്യൻ ചോദിച്ചു, അതിന് വീഡിയോ ഒന്നും കുഴപ്പമില്ല, ക്വാളിറ്റി ഒക്കെ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ സജഷൻ ഒക്കെ പറഞ്ഞു. അത് ഒത്തിരി പേര് സജഷൻ പറയുന്നുണ്ട്, ക്വാളിറ്റിയുടെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം, ക്യാമറ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഓഡിയോ ക്വാളിറ്റി ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്താൽ ഇച്ചിരിയുടെ ബെറ്റർ ആയിരിക്കും എന്ന് പലരും സജഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ സജഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാം. അതിപ്പോ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ മെയിൻ വീഡിയോസിൽ ക്വാളിറ്റിക്ക് വ്യത്യാസം വന്നോണ്ടേയിരിക്കും. വീഡിയോയുടെ ക്വാളിറ്റിക്കാണേലും ഓഡിയോയുടെ ക്വാളിറ്റിക്കാണേലും വ്യത്യാസം വന്നോണ്ടേയിരിക്കും. ഇനിയിപ്പോ ചേച്ചിയുടെ ആയാലും ചോദിച്ചോ? എന്റെ ഫ്രണ്ട്സൊക്കെ ആരും കണ്ടിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം അവരിലേക്ക് എത്തുന്നതെന്ന് വരെ. അതെ, പള്ളിയിൽ കണ്ടവരൊക്കെ നമ്മുടെ കോമൺ ആൾക്കാരാണ്. എന്നോടും പള്ളിയിൽ ചോദിച്ചത് നമ്മുടെ പള്ളിയിലെ നമ്മുടെ കോമൺ ആൾക്കാർ, നമ്മുടെ ബന്ധുക്കാര് പോലും ഇതുവരെ കണ്ടിട്ടില്ല, നമ്മളാരോടും പറഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. നമ്മൾ ഒരു പബ്ലിസിറ്റി പോലും കൊടുക്കാതെ നമുക്കറിയാതെ ഇത്ര ആൾക്കാരൊക്കെ എങ്ങനെ കണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഇതിന്റെ സംക്രമണാലുള്ള വീഡിയോക്ക് നല്ല വ്യൂസ് ആയിരുന്നു, നല്ല വ്യൂസ് ആയിരുന്നു. ഷോർട്സിന് ഒരു 40K ഒക്കെ അടുപ്പിച്ചായിട്ടുണ്ട്, വീഡിയോയ്ക്കും ഒരു 4K അടുപ്പിച്ച് അതിനും വ്യൂസ് വന്നിട്ടുണ്ട് ഫുൾ വീഡിയോയ്ക്ക്. അത് ശരിക്കും നമ്മൾ ജെന്യൂൻ റിവ്യൂസ് ആണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എറണാകുളത്തേക്ക് നമ്മൾ പോയത് അതിനു വേണ്ടി തന്നെ. അപ്പൊ ആ വീഡിയോ ആണ് നമ്മുടെ ഇപ്പൊ ഈ പേജിലെ ഏറ്റവും മോസ്റ്റ് വൈറൽ വീഡിയോ അതാണ്. അപ്പൊ അത് നമ്മള് വീഡിയോ മേളിൽ ഐ ബട്ടൺ ഇട്ടേക്കാം, ആൾക്കാരെല്ലാം ഒന്ന് കണ്ടിട്ട്. കോട്ടയം ബേക്കറി ജംഗ്ഷൻ ആണ്.
ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.